2026 തൊട്ടുള്ള വർഷങ്ങളിൽ പുറത്തേക്ക് പോയി നഴ്സിംഗ് പഠിക്കാനും പുറത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനിലാണെന്ന് വിചാരിക്കുക. UK വേണോ, കാനഡ വേണോ, ഓസ്ട്രേലിയ വേണോ? അപ്പൊ ഈ 3 കൺട്രികളിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കാനും, അതും വെറുതെ പറയുന്നതല്ല, ലൈഫ് സ്റ്റൈലിന്റെ കേസസിൽ, സാലറി ബെനിഫിറ്റ്സിന്റെ കേസസിൽ, പ്രോസസിംഗ് ടൈമിന്റെ കേസിൽ, നമുക്കിരിക്കാൻ സാധ്യതയുള്ള പ്രോഫിറ്റിന്റെ കേസിൽ എല്ലാം ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ 3 കൺട്രികളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ ഞാനൊരു ഹെൽപ്പ് ചെയ്താലോ? സോ ലെറ്റ് us get into the detailed breakdown of these 3 countries and their benefits. UK, ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് എൻട്രി റൂട്ട്. UK ഇന്റർനാഷണൽ നഴ്സസിനെ ഹയർ ചെയ്യുമ്പോൾ എല്ലാ ഇന്റർനാഷണൽ നഴ്സസും വർക്ക് ചെയ്യാന്ന് പറയുന്നത് NHSന്റെ കീഴിലാണ്, അതായത് നാഷണൽ ഹെൽത്ത് സർവീസിന്റെ കീഴിലാണ്. ഇത് കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അത് മാത്രമല്ല ഈസി ആയിട്ടുള്ള ഒരു എൻട്രിയും ഈസി ആയിട്ടുള്ള ജോബിലേക്ക് എത്താനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഒരുപാട് പ്രോസസ്സിങ്ങിന്റെ പിന്നാലെ നടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ട എന്നുള്ളത് സാരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല UKയുടെ പോപ്പുലാരിറ്റി എന്തുകൊണ്ട് ആസ് എ നഴ്സ് മിക്ക ആൾക്കാരും ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുക UK ആണ്. അതിന്റെ പോപ്പുലാരിറ്റി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഭയങ്കര സ്മൂതറുമാണ്, നല്ല ഫാസ്റ്ററുമാണ് ബാക്കി രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഭയങ്കര ആക്റ്റീവായിട്ട് ഇന്റർനാഷണൽ ആയിട്ട് വരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനെ ആണെങ്കിലും ഇന്റർനാഷണൽ നഴ്സസിനെയും ഹയർ ചെയ്യുന്നുണ്ട്. അതായത് ആ കാര്യത്തിൽ അവരൊരു വിട്ടുവീഴ്ചയെ വരുത്തുന്നില്ല. പിന്നെ ക്ലിയർ എക്സാം പാത്വേസ്, ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ട എക്സാംസ് ഉണ്ട്. ആ എക്സാംസിന്റെ പാത്വേസ് ഒക്കെ ഭയങ്കര ക്ലിയർ ആണ്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഏജൻസ് വിസ പ്രോസസ്സിങ്ങിന് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് മിക്ക ആൾക്കാർ, ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് UK പെട്ടെന്ന് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതേ സമയത്ത് അവിടുത്തെ ഒരു നെഗറ്റീവ്, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് സൈഡാണ് പറയുന്നത്, നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് ചില സിറ്റീസിലൊക്കെ ഭയങ്കര കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഏൺ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലോവർ ആയിട്ടുള്ള ലിവിംഗ് എക്സ്പെൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിൽ പോലും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏർണിങ്സ് കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റ് 2 കൺട്രികളെക്കാളും കുറയാനുള്ള ചാൻസസും ഭയങ്കര കൂടുതലാണ്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി പറ്റുന്നത്, പെട്ടെന്ന് UK പോയി നേഴ്സായിട്ട് സെറ്റിൽ ആവണം, അല്ലെങ്കിൽ ലൈഫിൽ നേഴ്സായിട്ട്, ഇപ്പൊ സ്റ്റുഡന്റ് ആയിട്ട് പോകുന്ന ആളാണെങ്കിലും അവിടെ പോയി പഠിച്ചതിന് ശേഷമാണല്ലോ ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തുക. അപ്പൊ പഠിച്ചതിന് ശേഷം സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് ടെൻഷൻ എടുക്കണ്ട, എനിക്കൊരു ഈസിയർ ജോബാണ് വേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് UK നേഴ്സായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇനി ഓസ്ട്രേലിയയുടെ കേസ്, ബെറ്റർ വർക്ക് പാക്കേജും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും. ഓസ്ട്രേലിയയിൽ നമ്മൾ നഴ്സസ് എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ മറികടക്കേണ്ട ഒരു കടമ്പ എന്ന് പറയുന്നത് AHPRA ആണ്. ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസിയുടെ രജിസ്ട്രേഷൻ ആണ്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫർ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ആ രജിസ്ട്രേഷൻ തന്നെയാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ ആണെങ്കിലും, നമ്മൾ മുമ്പേ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ വെരിഫിക്കേഷൻ ആണെങ്കിലും, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് ആണെങ്കിലും, ആ ഒരു രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അസസ് ചെയ്യപ്പെടുന്നത്. അത് ഒന്ന് ടൈം കൺസ്യൂമിങ് ആവാം എന്നുള്ളത് മാത്രമല്ല, അതിന്റെ ഓരോ സ്റ്റേജും ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോ അതിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ടൈമിന്റെ ഡിലേയും അതേപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ ആണ് ഭയങ്കര ടഫ് ആയിട്ട് ഫീൽ ചെയ്യാറ്. അതേ സമയത്ത് നമ്മൾ ഈ പ്രോസസ് എല്ലാം മറികടന്നെത്തുകയാണെങ്കിൽ, വെൻ വി ലുക്ക് ഇൻ ടു ദ പോസിറ്റീവ് സൈഡ്, കുറച്ചും കൂടെ ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള സാലറി പാക്കേജ് ആണ് ഓസ്ട്രേലിയ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര അടിപൊളിയാണ്. അതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ നഴ്സസിന് പേഷ്യൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താനും ഉള്ള സംഭവങ്ങളും ഭയങ്കര കൂടുതലാണ്. ലീവിന്റെ കേസിലാണെങ്കിലും ആനുവൽ പേയുടെ കേസിലാണെങ്കിലും മറ്റ് 2 കൺട്രീസിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ ഒരു മേജർ ക്യാച്ച് എല്ലാവരും പേടിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് നല്ല ടൈം എടുക്കുന്നതുമാണ്, അത്യാവശ്യം സ്ട്രിക്റ്റുമാണ് ഇൻ ഓൾ സ്റ്റേജസ് ഓഫ് ഇറ്റ്, ഇൻക്ലൂഡിംഗ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള കാനഡ, ഇപ്പൊ എല്ലാവരും ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്ന കാനഡയാണ് ഏറ്റവും വലിയൊരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള നഴ്സിംഗ് പ്രൊഫഷൻ കൊടുക്കുന്നത്. അതായത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സാലറിയും നിങ്ങൾക്ക് ഒരിക്കലും റിസ്ക് എടുക്കേണ്ടാത്ത രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ഗ്രോത്തും പെർമനന്റ് സെറ്റിൽമെന്റിനും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കാനഡ തന്നെയാണ്. കാരണം എല്ലാ കാലത്തും കാനഡയിൽ സ്ട്രോങ് ഹെൽത്ത് കെയർ ഡിമാൻഡ് ആണ് നഴ്സസിനുള്ളത്. അത്യാവശ്യം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്
രീതിയിലാണ് നഴ്സിംഗിനെ ഹെൽത്ത് കെയറിൽ കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഇൻ സ്റ്റെപ്പ് വരുന്നത് സോഷ്യൽ വർക്കേഴ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ ഒരു മേജർ ക്യാച്ച് എന്ന് പറയുന്നത് ലൈസൻസിങ് എക്സാംസ് ആണ്. ലൈസൻസിങ് എക്സാംസുകൾ കണ്ടക്ട് ചെയ്യുന്ന ബോഡി ഉണ്ട്, അതിന്റെ പേരാണ് നാഷണൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ബോർഡ്സ് ഓഫ് നഴ്സിംഗ്. ആൻഡ് പ്രോവിൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ അസസ്മെന്റ് സ്ട്രിക്ട്നെസ് വേരി ചെയ്യാറുണ്ട്. അതായത് ലൈസൻസിങ് എക്സാംസ് പാസ്സായാൽ കൂടി പോരാ, നമ്മൾ പ്രൊവിൻഷ്യൽ അപ്രൂവൽസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാനഡയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ ഈ ഒരു ലെവൽസ് എല്ലാം ക്രോസ് ചെയ്ത് എത്തിയെന്ന് വിചാരിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു സാലറി പാക്കേജും നമുക്ക് പേടിക്കേണ്ടാത്ത രീതിയിലുള്ള PR ഓപ്ഷൻസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള PR ഓപ്ഷൻസും സ്റ്റേബിൾ ആയിട്ടുള്ള ജോലിയും അതേ സമയത്ത് ഫാമിലി കൊണ്ടുവരാണെങ്കിൽ അവർക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫും ലോങ് ടേം ആയിട്ടുള്ള സെറ്റിൽമെന്റും ഓഫർ ചെയ്യുന്ന കൺട്രി ഈ ബാക്കി രണ്ടെണ്ണത്തിലും വെച്ച് നോക്കുമ്പോൾ UK-നെയും ഓസ്ട്രേലിയനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കാനഡ മാത്രം തന്നെയാണുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ 3 കൺട്രീസിനെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻ ഡെപ്ത് ആയിട്ടും അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും. പക്ഷെ ഈ 3 ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ എനിക്ക് ഐ എം റെഡി ടു വർക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന നഴ്സസ് ആണെങ്കിൽ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യേണ്ടത് UK തന്നെയാണ്. കാരണം പ്രോസസ്സിംഗ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസിയാണ്. രണ്ടാമത്തത്, എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വർക്ക് ലൈഫ് പാറ്റേൺ വേണം, എനിക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാലറി വേണം എന്നുള്ള രീതിയിലാണ്, ഹയർ ആയിട്ടുള്ള സാലറി വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഓസ്ട്രേലിയ ആയിരിക്കും നല്ലൊരു ചോയ്സ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാച്ച്, അവിടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കുറച്ച് സ്ട്രിക്റ്ററും ആണ്, ടഫറും ആണ്. പിന്നെ മൂന്നാമത്തത് പറയുന്നത് സ്ട്രോങ് PR ഓപ്ഷൻസും ലോങ് ടേം സെറ്റിൽമെന്റിനും ബെസ്റ്റ് ആയിട്ടുള്ളത് കാനഡയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ലൈസൻസിങ് എക്സാമുകളാണ് മെയിൻ ആയിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. 2026-ലും അതിനുശേഷമുള്ള വർഷങ്ങളിലും നഴ്സിംഗ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യേണ്ട വീഡിയോ ആണിത്. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടാം. താങ്ക്